സകല കാലത്തിനും മുമ്പേ നിത്യജീവന്റെ വാഗ്ദത്തം നമുക്ക് തന്ന ഭോഷ്കില്ലാത്ത ദൈവത്തെ ഞാൻ പ്രാരംഭമായി സ്തുതിച്ച് മഹത്വപ്പെടുത്തും. രക്ഷ എന്നത് നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാകയാൽ നമുക്ക് ആ ദാനമായി തന്നെ ലഭിക്കേണ്ടതിന് ക്രൂശിൽ വില കൊടുത്ത ദൈവപുത്രൻ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാവർക്കും ആദരവോടെ അറിയിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ നമ്മുടെ കർത്താവ് നമ്മെ ഇന്നയോളം ജയകരമായി നടത്തി മേലിലും നടത്തുവാൻ നമ്മുടെ ദൈവം മതിയായവനാകൊണ്ട് പൂർണ്ണമായും നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം. സ്തോത്രം. അല്പനേരം നാം വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ 7 കലശ ന്യായവിധികളുടെ പൂർത്തീകരണം നമ്മൾ 16-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളോടുകൂടെ കാണുകയുണ്ടായി. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ 6-ാമത്തേതും 17 മുതൽ 21 വരെ അവസാനത്തേതുമായ ബാധകൾ, കലശ ന്യായവിധികൾ, ഭൂമിമേൽ അനുസരണം കെട്ട മനുഷ്യ ജാതിയുടെ മേൽ ദൈവം ഒഴിച്ച് തൻ്റെ കോപത്തെ മുഴുവനും പകരുന്നതായിട്ട് കണ്ടു. നാം അതിൽ നിന്ന് ഒരു വിഷയത്തെ എടുത്തു പുറത്തു വെച്ച് പഠിക്കുകയാണിപ്പോൾ. 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട്. അതുപോലെ 14-ാം അധ്യായത്തിലും നാം അതേക്കുറിച്ച് കാണുകയുണ്ടായി. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 14, 16, 19 അധ്യായങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന അർമഗദ്ദോൻ യുദ്ധത്തെ സംബന്ധിച്ച പഠനമാണ് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പതിനാലാമത്തെ അധ്യായം അതിന്റെ 18, 19, 20 വാക്യങ്ങൾ വായിച്ചാട്ടെ. Chapter 14, verses 18 through 20. And another angel came out from the altar, the angel who has authority over the fire, and he called with a loud voice to the one who had the sharp sickle, "Put in your sickle and gather the clusters from the vine of the earth, for its grapes are ripe." So the angel swung his sickle across the earth and gathered the grape harvest of the earth and threw it into the great winepress of the wrath of God. And the winepress was trodden outside the city, and blood flowed from the winepress as high as a horse's bridle for 1,600 stadia. സ്തോത്രം. നാം ഈ ഭാഗങ്ങൾ ചിന്തിച്ചപ്പോൾ 14-ാം അധ്യായത്തിന്റെ ഈ പ്രത്യേകിച്ച് 17 മുതൽക്കുള്ള വാക്യങ്ങൾ പഠിച്ചപ്പോൾ, അതിനു മുമ്പ് 15 മുതൽ തന്നെ നാം കണ്ടു ഒരു കൊയ്ത്തിനെ കുറിച്ച്. അത് ന്യായവിധിയായി നമ്മൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് 17 മുതൽക്കുള്ള വാക്യങ്ങൾ അത് അർമഗദ്ദോൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ന്യായവിധിയുടെ ചിത്രീകരണമാണ്, അതിൻ്റെ തയ്യാറെടുപ്പാണ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞു വിട്ടിരുന്നു. അപ്പോൾ ആ ഭാഗങ്ങളാണ് നാം ഇപ്പോൾ ഒരുമിച്ച് ചിന്തിച്ചു വരുന്നത്. ഈ 14-ന്റെ 17 മുതൽക്കുള്ള വാക്യങ്ങളും 16-ന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും
19 അധ്യായത്തിന്റെ 17 മുതൽക്കുള്ള വാക്യങ്ങൾ. നേരത്തെ തന്നെ നമ്മൾ ഈ റെഫറൻസുകൾ കണ്ടതാണ്, പറഞ്ഞതാണല്ലോ. So we are taking all these references together and trying to study about this particular second last battle to be fought on the face of the earth. ഇന്നലെ നമ്മൾ പറഞ്ഞു 3 യുദ്ധങ്ങളാണ് ഭാവിയിൽ പ്രധാനമായും നടക്കുവാനിരിക്കുന്നത്, പ്രത്യേകിച്ച് യെരൂശലേമുമായി ബന്ധപ്പെട്ട്. അതിൽ ഒന്നാമത്തേത് യെഹെസ്കേൽ പ്രവചനം 38, 39 അധ്യായങ്ങളിൽ കാണുന്ന റഷ്യൻ ഇൻവേഷൻ ആണ്. ഇസ്രായേലിന്റെ മേൽ റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു പടപ്പുറപ്പാട്. റഷ്യയും സഖ്യകക്ഷികളും ഇസ്രായേലിനെ ആക്രമിക്കുന്നതാണ്. രണ്ടാമത്തേതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അർമഗദ്ദോൻ യുദ്ധം. മൂന്നാമത്തേതാണ് നാം വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ കാണുന്ന ഗോഗ് മാഗോഗ് യുദ്ധം. ചിലർ ഇത് 3ഉം ഒന്നാണെന്ന് ധരിക്കുന്നുണ്ട്. മറ്റു ചിലർ ഈ 3 എണ്ണത്തിലെ 2 എണ്ണത്തെ ഒന്നായിട്ട് ധരിക്കുന്നു. ചിലർ കരുതുന്നത് ഈ അർമഗദ്ദോൻ യുദ്ധവും യെഹെസ്കേൽ 38, 39 പറയുന്ന യുദ്ധവും ഒന്നാണെന്ന്. വേറെ ചിലർ കരുതുന്നു യെഹെസ്കേൽ 38, 39 വെളിപ്പാട് 20 ഗോഗ് മാഗോഗ് എന്ന പേരുകൾ ഉള്ളത് കൊണ്ട് അത് രണ്ടും ഒരു യുദ്ധം തന്നെയാണ്. എന്നാൽ വിശദമായി നമ്മൾ പഠിച്ചാൽ ഇത് 3ഉം 3 യുദ്ധങ്ങളാണെന്ന് കാണാം. അതിൽ ആദ്യത്തെ യെഹെസ്കേലിൽ പറഞ്ഞിരിക്കുന്ന യുദ്ധം ആണ് ആദ്യത്തേത്. രണ്ടാമത്തേതും ഒന്നാമത്തേതും യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് നടക്കേണ്ടതാണ്. മഹാപീഡന കാലത്തും മഹാപീഡനത്തിന്റെ ഏറ്റവും അന്ത്യസമയത്തുമായി നടക്കേണ്ട 2 യുദ്ധങ്ങളാണവ. എന്നാൽ 20 അധ്യായത്തിൽ നാം കാണുന്ന ഗോഗ് മാഗോഗ് യുദ്ധം യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം നടക്കാനിരിക്കുന്നതാണ്. ഇങ്ങനെ 3നെയും നാം 3ആയിട്ട് തരം തിരിച്ച് പഠിക്കുക. പ്രത്യേകിച്ച് നാം ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കുന്നത് രണ്ടാമത്തെ യുദ്ധമായി ഭാവിയിൽ നടക്കേണ്ട പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളിൽ രണ്ടാമത്തേതായ അർമഗദ്ദോൻ യുദ്ധമാണ്. ഈ അർമഗദ്ദോൻ യുദ്ധം ആരൊക്കെ തമ്മിലാണെന്ന് നമ്മൾ കണ്ടു. ഒരു ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായിട്ട് നിൽക്കുന്നു. ഓക്കെ, the participants or the parties in this battle of Armageddon. ഒരു ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു, ക്രിസ്തുവിനോടുകൂടെ തന്റെ വിശുദ്ധന്മാർ. ആ വിശുദ്ധന്മാരിൽ 2 തരത്തിലെ വിശുദ്ധന്മാരുണ്ട്. ഒന്ന്, മരിച്ച് എടുക്കപ്പെട്ട തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരുണ്ട്. 2, അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന് പീഡകൾ അനുഭവിച്ച യഹൂദന്മാർ അടങ്ങിയ ജഡവാസികളായ വിശുദ്ധന്മാർ.
ഈ രണ്ട് തരം വിശുദ്ധന്മാരെ ഏതൊക്കെയാ? തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരും ജഡത്തിൽ വസിക്കുന്ന വിശുദ്ധന്മാരും. അങ്ങനെയുള്ള തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് യേശുക്രിസ്തു ഒരു ഭാഗത്ത്, ഈ ക്രിസ്തുവിനോട് പടവെട്ടുവാൻ വേണ്ടി ലോകത്തുള്ള സകല ജാതികളെയും വശീകരിച്ച് ആ ജാതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന കള്ളക്രിസ്തുവും കള്ളപ്രവാചകനും മറുഭാഗത്ത്. ഞാൻ അവരെ ക്യാപ്റ്റൻ എന്നും വൈസ് ക്യാപ്റ്റൻ എന്നും വിളിക്കുക നമ്മുടെ സാധാരണ ഭാഷയിൽ. എതിർ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ കള്ളക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ലോക ജാതികൾ ക്രിസ്തുവിനെതിരായിട്ട് തീരുകയാണ്. കാരണം യേശുക്രിസ്തു ഇപ്പോൾ ഭരണം നടത്തുവാനായിട്ട് രാജാവായി വരുന്നു. 2-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യങ്ങൾ അക്ഷരീയമായി നിറവേറുന്നത് ഇവിടെയാണ്. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. ആർക്കെതിരായിട്ടാ? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും. നമുക്കറിയാം, വിശദീകരണങ്ങൾ കൂടാതെ അഭിഷിക്തൻ മശിഹയാണ്. ചില ബൈബിളുകളിൽ മെസ്സായ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അഭിഷിക്തൻ എന്നതിന് പകരം ക്രൈസ്റ്റ് എന്നോ മെസ്സായ എന്ന് തന്നെയാണ് പല വേർഷൻസിലും കൊടുത്തിട്ടുള്ളത്. മലയാളത്തിൽ അഭിഷിക്തൻ എന്ന് തന്നെ. അപ്പോൾ യഹോവയ്ക്കും യഹോവയുടെ അഭിഷിക്തനായി യഹോവയായ ദൈവം, പിതാവായ ദൈവം രാജാവായി വാഴിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനും എതിരായിട്ട് ലോകജാതികളെല്ലാം കൂടെ എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ അണിനിരക്കുകയാണ്. അപ്പം ഇവർ രണ്ടുപേരുമാണ് യുദ്ധത്തിലെ പങ്കാളികൾ, യുദ്ധം ചെയ്യുന്നത്. These two parties will be fighting on this battle. One side, Jesus Christ along with his saints, also with the angels. On the other side, there will be Antichrist, false prophet, and the entire humanity under the heaven. അങ്ങനെ ഇവർ തമ്മിലാണ് ഈ യുദ്ധം നടക്കുന്നത്. എപ്പോഴാണെന്ന് നമ്മൾ കണ്ടു. When will it be fought? Before the millennium. യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപ്. At the end of the tribulation period. മഹാപീഡനകാലത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിൽ ഈ യുദ്ധം നടക്കുവാൻ പോവുകയാണ്. അതിന് ലൊക്കേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. എവിടെയാണെന്നുള്ളത് ഇന്നലെ നമ്മൾ കണ്ടു. ഹർ മെഗിദ്ദോൻ. ഹർ HAR എന്ന എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ മൗണ്ടൻ എന്നോ ഹിൽ എന്നോ ആണ്. മൗണ്ടൻ യാ ഹിൽ, പർവ്വതമെന്നോ മലയെന്നോ. ചിലർ ഒരാക്ഷേപം ഉന്നയിക്കാറുണ്ട്, മെഗിദ്ദോ എന്ന് പേരുള്ള പർവ്വതം ഒന്നുമില്ല. പർവ്വതം, മൗണ്ടൻ എന്ന് പറഞ്ഞാൽ വലിയ പൊക്കമുള്ള. എന്നാൽ there are hilly places. പക്ഷേ ഹിൽസ് ഉണ്ട്. അതുകൊണ്ട് ഹർ മെഗിദ്ദോ പർവ്വതം എന്ന് പറഞ്ഞ് ഒരു വലിയ പർവ്വതമായിട്ടില്ലെങ്കിലും മെഗിദ്ദോ ഒരു
മലയാണ്. അതും കൂടാതെ വളരെ താഴ്വരയുള്ള പ്രദേശമുണ്ടെന്നും നാം കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. താഴ്വാരം ഉണ്ട്. സ്തോത്രം. അതേക്കുറിച്ച് കുറെ കാര്യങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടല്ലോ. യെരുശലേമിന് ഏതാണ്ട് 60 മൈൽസ് നോർത്തിലായിട്ട് 60 മൈൽ വടക്കു മാറിയുള്ള ഒരിടമാണിത്. ഇപ്പോൾ നമ്മൾ വായിച്ചെടുത്ത് കണ്ടല്ലോ, നഗരത്തിന് പുറത്ത്, യെരുശലേമിന് പുറത്ത് വെച്ച് നടക്കുന്ന ഒരു യുദ്ധം. നഗരത്തിന് പുറത്ത് വെച്ച്. അതിൽ 2 താഴ്വരകളെ കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് മെഗിദ്ദോ, ദ പ്ലെയിൻസ് ഓഫ് മെഗിദ്ദോ, ആൻഡ് ഓൾസോ ഓഫ് എസ്ഡ്രേലിയൻ, വാലി ഓഫ് ജസ്രീൽ. ഇതിനിടയിലുള്ള സ്ഥലമാണ്. ഇറ്റ്സ് എ വെരി ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് പ്ലേസ്. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണെന്നും നാം ഇന്നലെ കണ്ടു. ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്ന സ്ഥലമാണ്. On this spot, history says Egyptians, Greeks, and also Israel, even Napoleon, including Napoleon, all these people and kingdoms had important battles in this place, including Assyria, Romans, and the Crusaders. കുരിശുയുദ്ധക്കാർ ഉൾപ്പെടെ, നെപ്പോളിയൻ ഉൾപ്പെടെ, 1-ാം ലോക മഹായുദ്ധം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ക്രിസ്തുവിന് മുൻപും പിൻപുമായി നടന്ന വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണിത്. വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദെബോരയുടെ നേതൃത്വത്തിലും ഗിദെയോന്റെ നേതൃത്വത്തിലും ഇസ്രായേൽ ന്യായാധിപ കാലത്ത് 2 യുദ്ധങ്ങൾ ജയിച്ച സ്ഥലമാണിത്. അതുപോലെ ശൗൽ രാജാവിൻ്റെയും യോശിയ രാജാവിൻ്റെയും ഒക്കെ ട്രാജഡി, കൊലപാതകം, അവരുടെ യുദ്ധഭൂമിയിലെ പട്ടുപോക്ക് നടന്ന സ്ഥലവും കൂടെയാണ്. വേറെയും പ്രധാനപ്പെട്ട സംഗതികൾ നമ്മൾ ഇന്നലെ ഇസ്രായേലി ചരിത്രവുമായി ബന്ധപ്പെട്ട് കാണുകയുണ്ടായല്ലോ. BC 4th മില്ലേനിയം, ക്രിസ്തുവിന് മുമ്പ് 4ാമത്തെ സഹസ്രാബ്ദം, മില്ലേനിയത്തിലാണ് ഈ പ്രത്യേക സ്ഥലം പടുത്തുയർത്തുന്നത്, അല്ലെങ്കിൽ പ്രാധാന്യതയിലേക്ക് വരുന്നത്. എന്നിട്ട് BC 1468, ക്രിസ്തുവിന് മുമ്പ് 1468 ഈജിപ്തുകാര് ഈ സ്ഥലത്തെ പിടിച്ചടക്കി. ഈജിപ്ഷ്യൻസ്, മിസ്രൈം ഈ സ്ഥലം പിടിച്ചടക്കി. പിൽക്കാലത്ത് ഇസ്രായേൽ അതിനെ പിടിച്ചെടുത്തു. ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ അത് പിടിച്ചെടുത്തു. പ്രത്യേകിച്ച് ശലോമോന്റെ കാലത്ത് ഈ അർമഗദോൻ എന്ന് പറയുന്ന പ്ലെയിൻ, ഈ വളരെ സ്ട്രാറ്റജിക് ബാറ്റിൽ പോയിന്റ്, ഈ വളരെ തന്ത്രപ്രധാനമായ യുദ്ധമുഖം ഇസ്രായേലിന്റെ സൈനിക താവളമായി ശലോമോൻ രൂപാന്തരപ്പെടുത്തി. സോളമൻ മെയ്ഡ് ഇറ്റ് എ മിലിറ്ററി സെന്റർ ഡ്യൂറിങ് ഹിസ് റെയിൻ. അപ്പോൾ വളരെ രാഷ്ട്രീയമായും സൈനികമായും വാണിജ്യപരമായും ഒക്കെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. ഏതാണ്ട് 842 BC, 842 BC-യിൽ
കിങ് അഹസായ അഹസ്യ രാജാവിനെയും BC 609 609 BC നമ്മൾ ഇന്നലെ കണ്ടതുപോലെ യോശിയ രാജാവിനെയും ഒക്കെ മർഡർ ചെയ്ത, കൊല ചെയ്ത സ്ഥലവും കൂടെയാണത്. ഇസ്രായേലിലെ അല്ലെങ്കിൽ യഹൂദയിലെ അഹസ്യാവും യോശിയാവും ഒക്കെ ഈ രാജാക്കന്മാർ കൊല്ലപ്പെട്ട സ്ഥലവും കൂടെയാണിത്. ഇൻ ദ മോഡേൺ ഹിസ്റ്ററി, ആധുനികമായ ചരിത്രത്തിലേക്ക് വരുമ്പോഴാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, ബ്രിട്ടീഷ് ആർമിയുടെ ജനറൽ ആയിരുന്ന അലൻബി, ജനറൽ എഡ്മണ്ട് അലൻബി തുർക്കികളെ തോൽപ്പിച്ച് ബ്രിട്ടീഷ് സൈന്യത്തിന് വിജയം നേടിക്കൊടുത്ത സ്ഥലവും കൂടെയാണത്. ഡ്യൂറിംഗ് സെപ്റ്റംബർ ഓഫ് 1918, ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അന്തിമ പാദങ്ങളിൽ 1918 സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഈ അലൻബിയുടെ, ജനറൽ എഡ്മണ്ട് അലൻബിയുടെ കാവൽറി, കുതിരപ്പട തുർക്കികളുടെ 7-8 റെജിമെന്റ്സ് ഇൻഫൻട്രിയെ, കാലാൽപ്പടയെ തോൽപ്പിച്ച് ജയം നേടിയത്. അതേ തുടർന്ന് ഉണ്ടാക്കിയ നിയമങ്ങളും വാഗ്ദത്തങ്ങളും ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അതും വിശദീകരിക്കുവാനായിട്ട് ഇപ്പോൾ സമയമെടുക്കുന്നു. അങ്ങനെ വളരെ തന്ത്രപ്രധാനമായ, ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ യുദ്ധത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 6ാമത്തെ കലശന്യായ വിധിയിൽ യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകത്തക്കതുപോലെ ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കുന്നത്. സകല ജാതികളും ഒരുമിച്ച് യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും എതിരായി കൂടി വരികയാണ്. മനുഷ്യരുടെ സ്ഥിതി ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഈ എതിർക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിൽ ഏറെ കഷ്ടതകൾ, കഷ്ടത എന്നൊരു വാക്കുകൊണ്ട് നമുക്ക് പറയാനേ പറ്റുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ആഴം വളരെ വലുതാണ്. അത്ര വലിയ കഷ്ടതകൾ അനുഭവിച്ചിട്ടും ദൈവത്തിന്റെ ഭരണത്തിന് കീഴ്പ്പെടാൻ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യന്റെ സ്വഭാവം കണ്ടില്ലേ? അതുകൊണ്ട് ദൈവത്തിനെതിരായിട്ട് ഇവർ കരുക്കൾ കൂട്ടുന്നു. ഇപ്പൊ അവര് ചിന്തിക്കുന്നത് എന്താ? ഈ കഷ്ടതയെല്ലാം വരുത്തിയത് ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന് ഒരു കാരണവശാലും നമുക്ക് കീഴ്പ്പെടണ്ട. ഇതാണ് എതിർക്രിസ്തുവും ഈ ജനതയെ പറഞ്ഞ് ധരിപ്പിച്ച് വശീകരിച്ചു വയ്ക്കുന്നത്. അവന്റെ ഭോഷ്ക് വിശ്വസിക്കുവാൻ അശുദ്ധാത്മാക്കളെ വിട്ട് ഈ ജനതയെ സ്വാധീനിക്കുന്നു. റിമെമ്പർ, evil spirits are there to influence people even to believe and practice falsehood. കുടുംബങ്ങളിലുമുണ്ട് ഇത് കേട്ടോ. ഈ ആത്മവ്യാപാരം കുടുംബങ്ങളിലുമുണ്ട്, സഭകളിലുമുണ്ട്. കുടുംബങ്ങളിൽ ചിലയിടത്ത് മക്കൾ വിശ്വസിക്കുന്നത് പപ്പയ്ക്കും മമ്മിക്കും എന്നോട് ഇഷ്ടമില്ല, എന്നോട് സ്നേഹമില്ല. അപ്പനോടും അമ്മയോടും മക്കൾക്ക് ഭയങ്കര കയ്പാണ്, വിരോധമാണ്. ഒരു പ്രായം വരെയൊക്കെ ചിലപ്പോൾ ഇവരിങ്ങനെ കടിച്ചു പിടിച്ച് പേടിച്ചൊക്കെ നിൽക്കും.
ഒരു പ്രായം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇവർ അപ്പനോടും അമ്മയോടും മറുത്ത് സംസാരിക്കാൻ തുടങ്ങും. നേരെ വിപരീതമായ കാര്യങ്ങൾ, അപ്പനും അമ്മയും പറയുന്നതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അപ്പനും അമ്മയും ഈ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നു പറഞ്ഞാൽ ഒത്തിരി സ്നേഹിക്കുന്നു. പക്ഷേ ഈ പിള്ളേർക്ക് അപ്പനും അമ്മയും അവരെ സ്നേഹിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ വയ്യ. അത് വെറും ഒരു സ്വഭാവമായി നാം കാണരുത്. അതിൻ്റെ പിൻപിൽ ഒരു സ്പിരിറ്റാ ഉള്ളത്, ഒരാത്മാവാ ഉള്ളത്. ഇവിടെ കണ്ടില്ലേ, നമ്മൾ 16-ാം അധ്യായത്തിൽ 12 മുതൽക്ക് വായിച്ചപ്പോൾ സാത്താൻ അഥവാ മഹാസർപ്പത്തിൻ്റെയും അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകന്റെയും വായിൽ നിന്ന് തവള പോലെയുള്ള അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു. അത് ലോകജാതികളെ, രാജാക്കന്മാരെ, ലോകത്തുള്ള എല്ലാവരെയും വശീകരിച്ചു കൊണ്ടുവരുന്നു. The work of the Spirit. അതൊരു വലിയ വ്യാപാരമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2ഉം 3ഉം വാക്യങ്ങളൊന്ന് വായിച്ചു. 3-ാം വാക്യത്തിലാണ് എങ്കിലും 2-ാം വാക്യത്തിലാണ്, എന്നാലും 2ഉം 3ഉം വാക്യങ്ങൾ വായിച്ചു. എഫേഷ്യൻസ് ചാപ്റ്റർ 2 verses 2 and 3. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായ നാം ക്രിസ്തുവിലാകുന്നതിന് മുൻപ് നമ്മളും ഏതോ ആത്മാവിന് അധീനരായിരുന്നു. എന്തിനധീനരായിരുന്നു? 2 കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഒന്ന്, ആകാശത്തിലെ അധികാരത്തിനും. 2 അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ. നാമും കർത്താവിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു. നമ്മളോട് സുവിശേഷം പറയുന്നവരെ നമുക്കിഷ്ടമായിരുന്നു. ചുരുക്കം ചിലരേ ഉള്ളൂ അന്നും കുഴപ്പമില്ല, വന്ന് പറഞ്ഞിട്ട് പോകുന്നു പറയുന്നത്. പക്ഷേ പലരും എതിർത്തിരുന്നു. നമ്മളെ ഉപദേശിക്കുന്നവരെ നമുക്ക് ഇഷ്ടമായിരുന്നു. ആരെന്ന് പറഞ്ഞാലും. ഇനിയും എതിർത്തില്ലെങ്കിലും നമ്മൾ അനുസരിക്കുമായിരുന്നു? ഇല്ല. എന്താ? നമ്മളും ഈ ആത്മാവിന് അധീനരായിരുന്നു. ഒരു ആത്മവ്യാപാരം. ഇവിടെ കണ്ടോ, ആകാശത്തിന് അധിപതിയായവൻ. 2, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവൻ. അപ്പോൾ അനുസരണക്കേടിന്റെ മക്കളിൽ എന്താണ് വ്യാപരിക്കുന്നത്? ഒരാത്മാവാണ്. വർക്കിംഗ് ഓഫ് എ സ്പിരിറ്റ്. A spirit of disobedience, a spirit of rebellion. A rebellious spirit is at work in people, which influences people, which attracts people, which enslaves people. ആൾക്കാരെ പ്രായഭേദം കൂടാതെ ആകർഷിക്കുന്ന, സ്വാധീനിക്കുന്ന, അടിമപ്പെടുത്തുന്ന ഒരാത്മാവ്. ഇന്നുമുണ്ടത്. അതുകൊണ്ടാണ് ആൾക്കാർ തെറ്റിലേക്ക് വീണുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സിഗരറ്റിന്റെ പാക്കറ്റ് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്
ചുമല അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് വായിച്ചുകൊണ്ട് തന്നെ സിഗരറ്റ് വാങ്ങി വലിക്കുന്നവർ, ഒരിടത്തും പാപത്തിലേക്ക് പോകുന്ന, പാപത്തിന്റെ എവിടെയും എഴുതി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്യുന്നില്ല ഈ പാപം ചെയ് എന്നാൽ നിനക്ക് മോക്ഷം കിട്ടും, മുക്തി കിട്ടും, രക്ഷ കിട്ടും, സ്വർഗം കിട്ടും. ഈ പാപങ്ങളൊന്നും തന്നെ രക്ഷയോ സ്വർഗമോ വിമോചനമോ വാഗ്ദത്തം ചെയ്യുന്നില്ല. ഇതറിഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആ പാപത്തിന് കീഴ്പ്പെടുന്നു. അതിന് കീഴ്പ്പെടുന്നു. ഏത് തരത്തിലുമുള്ള പാപം, ഏത് തരത്തിലുള്ള പാപം, ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആൾക്കാര് അതിന് കീഴ്പ്പെടുന്നത്. എന്താ? അതറിഞ്ഞിട്ടും, അത് നാശത്തിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞിട്ടും ആ അറിവ് അവരുടെ ജീവിതത്തെ മാറ്റാൻ തക്കതുപോലെ സ്വാധീനിക്കുന്നില്ല. കാരണം ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ആത്മാക്കൾ, ദുരാത്മാക്കൾ, ഭൂതാത്മാക്കൾ, സാത്താന്യ ആത്മാക്കൾ എന്ത് ചെയ്യുകയാണ്? ഈ ജനത്തെ വശീകരിച്ചു കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതേക്കുറിച്ച് കണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? സഭയിലെ ആദ്യത്തെ മരണം, അനന്യ സഫീറമാരുടെ വിഷയത്തിൽ അപ്പോസ്തലപ്രവൃത്തികൾ 5:3, 4, 5 വാക്യങ്ങളിൽ ഒന്നും കൂടെ ഒന്ന് വായിച്ചു. ഈ സന്ദർഭത്തിൽ ചിലപ്പോൾ അല്പം കൂടെ നമുക്ക് മനസ്സിലാകും. ആക്ട്സ് ചാപ്റ്റർ 5, 3-5. അപ്പോൾ പത്രോസ്, അനനിയാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? കണ്ടോ? അത് മതി. സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കി. ഇംഗ്ലീഷിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? സൈറ്റൻ. Why has Satan filled your heart to lie to the Holy Spirit? Okay, filled your heart. യൂദ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന വിഷയത്തിലും അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പക്കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവന്റെ ഉള്ളിൽ കടന്നു, അല്ലെങ്കിൽ പ്രവേശിച്ചു. Satan entered into his heart. That means then he is riding that person. That person is totally helpless. He is fully controlled by that spirit. That person even helpless to understand where he is heading to. അവൻ എവിടേക്കാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന ഒരു ബോധ്യം പോലും ഇല്ലാത്തതുപോലെ, സുബോധം പോലും ഇല്ലാത്തതുപോലെ ഈ ശക്തിയാൽ, ഈ ആത്മാവിനാൽ ഇങ്ങനെയുള്ള വ്യക്തികൾ പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടുകയാണ്. നമ്മുടെ മൊബൈൽ ഫോണും ഒക്കെ ഇന്ന് ഹാക്ക് ചെയ്യുന്നത് പോലെ, നമ്മുടെ സെൽഫോണോ നമ്മുടെ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടോ ഹാക്ക് ചെയ്താൽ ഉടമസ്ഥര് നമ്മളാണെങ്കിലും നമുക്ക് അതിൽ ഒരു നിയന്ത്രണവും ഇല്ല. ഫുൾ നിയന്ത്രണം അവരുടെ കയ്യിലാണ്. ഫോൺ നമ്മുടെ കയ്യിലായിരിക്കുന്നത്, പക്ഷേ നിയന്ത്രണം പൂർണ്ണമായും മറ്റൊരാളിന്റെ കയ്യിൽ. ഫ്ലൈറ്റും മറ്റും ഹൈജാക്ക് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സെയിം, സാത്താൻ ഹൈജാക്ക് ചെയ്യുകയാണ്.
ഇവിടെയും അർമഗദ്ദോൻ യുദ്ധത്തിലും അതാണ് സംഭവിക്കുന്നത്. ഈ സാത്താന്യ തൃത്വത്തിൽ നിന്നും പുറപ്പെടുന്ന അവരുടെ ആജ്ഞാനുവർത്തികളായ ദുരാത്മാക്കൾ അന്നുള്ള മനുഷ്യരെ വശീകരിക്കുന്നു. വശീകരിച്ചിട്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത തരം ഏറ്റവും ഗുരുതരമായ പാപത്തിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. The most serious sin is being committed by these people now. Which never had happened before. That is opposing, literally opposing the true God face to face. അതിന്റെ ഭീകരത എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. സാക്ഷാൽ സർവശക്തനായ സ്നേഹനിധിയായ ദൈവത്തെ നേരിട്ട് മുഖാമുഖം എതിർക്കുവാനായി ഈ മനുഷ്യർ തയ്യാറായി സാത്താന്റെ വ്യാജാത്മാവിന് വിധേയപ്പെട്ടു പോകുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എത്ര ഭീകരമായ പാപമാണെന്ന്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ഇതേ വിഷയം ഞാനിതിനെ നമ്മളുമായിട്ടും കൂടെ ഒന്ന് കോർത്തിണക്കുക. വെറുതെ അർമഗദ്ദോൻ യുദ്ധത്തെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അല്പം പ്രായോഗികതയിലേക്കും കൂടെ വരിക. സ്തോത്രം. Does this hijack happen because of continuous rebellion only? Yes. They deliberately, once they deliberately rejected the truth and they misused the mercy period, every effort by the Holy Spirit to divert them to God. They willfully forgot God, not unknowingly, but willfully. It was their deliberate choosing. ദൈവം ഇവർക്കൊക്കെ ദൈവത്തെക്കുറിച്ച് വെളിവാക്കി കൊടുത്തു. സ്നേഹത്തോടെ ദൈവം ഇവരെ വിളിച്ചു. സ്നേഹവാനായ ദൈവത്തിന്റെ സ്നേഹമസൃണമായ ക്ഷണത്തെ ഇവർ മനഃപൂർവം നിരസിച്ചു. ബോധപൂർവം അവർ നടത്തിയ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. ബോധപൂർവം, അറിയാതെയല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആത്മാവിന്റെ സ്വാധീനത്തിന് ദൈവം അവരെ ഉപേക്ഷിച്ചു കളയുന്നത്. പിന്നെ ഈ ആത്മാവാണ്, അല്ലെങ്കിൽ ഈ സാത്താനാണ് ഈ ആത്മാക്കളിലൂടെ ഇവരെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യുന്നത്, ഹാക്ക് ചെയ്യുന്നത്. വ്യക്തമായോ? ഇതിന്റെ തന്നെ മറുവശം നാമുമായി ബന്ധപ്പെട്ട് ഇവരിൽ ഈ അശുദ്ധാത്മാക്കൾ, അല്ലെങ്കിൽ ഈ അശുദ്ധാത്മാക്കൾ നിമിത്തം സാത്താൻ എന്ത് ചെയ്യുന്നുവോ അതേപോലെ
പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത് 5-ാമത്തെ അധ്യായത്തിൽ, വീഞ്ഞു കുടിച്ച് നിങ്ങൾ മത്തരാകരുത്. പിന്നെന്താ വേണ്ടത്? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നന്ദിയോടെ ദൈവത്തിന് പാടിയും. സ്തോത്രം. വീഞ്ഞു കുടിച്ചു മത്തരാകരുത്. നമുക്കറിയാം, വീഞ്ഞു കുടിച്ച് മത്തനായ ഒരുത്തൻ പിന്നെ അവന്റെ ബുദ്ധി അബലമായി. അവൻ ആരോട് എന്താ എപ്പോ പറയുന്നു ഒരു പിടുത്തവും ഇല്ല. അതുകൊണ്ടാ കള്ളു കുടിച്ച് തലേന്ന് ചീത്തയൊക്കെ വിളിച്ച് ഭാര്യയെ അടിച്ച് പോലീസുകാരെയും ചീത്ത വിളിച്ചവനോട് രാവിലെ ബോധം തെളിഞ്ഞപ്പോ ചോദിച്ചപ്പോ പറഞ്ഞത്, ഞാനല്ല ചെയ്തത്. പിന്നെ ആരാ? അകത്ത് കിടന്ന മദ്യമാ ചെയ്തത്. ഇപ്പം ആ പുള്ളി പോയി, അതിന്റെ കെട്ട് വിട്ടു. ഇനിയിപ്പം ഞാനാ. ഇവിടെ പൗലോസ് പറയുന്നു, പകരം നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരാകൂ. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് വരട്ടെ. മദ്യം കുടിച്ചാൽ ബോധം പോവും. പക്ഷെ ആത്മാവ് നിറഞ്ഞാൽ നമ്മുടെ ബോധമൊന്നും പോകത്തില്ല. ബോധപൂർവമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാ? പരിശുദ്ധാത്മാവിന് കീഴാക്കി കൊടുക്കുകയാണ്. It is whether drinking wine or in the case of a drunkard or of a possessed person, it is without his knowledge and consent the spirit or that particular intoxication control them. But that is not the case with the Holy Spirit. Without our knowledge and consent, the Holy Spirit will not be driving us through. But only because of our deliberate and joyful yielding to the Holy Spirit, He takes ride on us. വ്യത്യാസം കണ്ടോ? മദ്യത്തിന്റെ വിഷയത്തിലോ അല്ലെങ്കിൽ വീഞ്ഞു കുടിച്ച് മത്തരാകുന്ന വിഷയത്തിലോ ദുരാത്മാക്കൾ ജീവിതങ്ങളെ നിയന്ത്രിക്കുന്ന വിഷയങ്ങളിലോ ആണെങ്കിൽ ആ വ്യക്തിയുടെ അനുവാദമോ ആ വ്യക്തിയുടെ അറിവോ ഇല്ലാതെയാണ് ഈ ശക്തികൾ അവരെ അവരുടെ വഴിക്ക് നയിക്കുന്നത്. എന്നാൽ അതല്ല പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോഴുള്ള കേസ്. പരിശുദ്ധാത്മാവ് നമ്മുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് നമ്മുടെ ബുദ്ധിയെ അബലമാക്കിക്കൊണ്ടല്ല, പകരം സുബോധത്തോടും സന്തോഷത്തോടും കൂടെ നമ്മെയും നമുക്കുള്ള സകലത്തെയും ഈ ദൈവാത്മാവിന് വിധേയപ്പെടുത്തി കൊടുക്കും. അപ്പം അങ്ങനെയുള്ള ആത്മവ്യാപാരത്തിന്റെ പരമകാഷ്ഠയാണ് നമുക്ക് ഈ അർമഗദ്ദോൻ യുദ്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. ഓക്കെ, മറ്റു ചോദ്യങ്ങൾ? പക്ഷെ ഒരു സൈഡിൽ യേശുക്രിസ്തുവും തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരും അന്ന് ജീവനോടുള്ള വിശുദ്ധന്മാരും എന്ന് പറയുമ്പോൾ തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാർ നമ്മൾ ഉൾപ്പെടുന്നതല്ലേ? ആണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ.
കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരെല്ലാവരും അതിനകത്ത് ഉൾപ്പെടും, തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാർ. ജഡവാസികളായ വിശുദ്ധന്മാര് അവര് യുദ്ധം ചെയ്യുമ്പം അവര് ദൈവത്തിന്റെ സൈഡിൽ നിൽക്കുമോ? അല്ല, അതെങ്ങനെയാ? അവര് ഭൂമിയിൽ നമ്മുടെ ശരീരത്തോടു കൂടിയല്ലേ ജീവിക്കുന്നത്? ബാക്കി എല്ലാവരും ആത്മരൂപികളല്ലേ? അതാണ് നമ്മൾ യെശയ്യാ 63 അധ്യായത്തിലും കഴിഞ്ഞ ദിവസവും വെളിപ്പാട് 19 14 15 അധ്യായങ്ങളിലും വായിച്ചത്. കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവം സൂക്ഷിച്ചു വച്ച വിശുദ്ധന്മാർ ഏദോമിലും ബൊസ്രയിലും ഒക്കെ നിന്ന് വസ്ത്രാലങ്കൃതനായി രക്താംബരം ധരിച്ചുകൊണ്ട് വരുന്നോരിവനാർ എന്ന് യെശയ്യാവ് വിളിച്ചു ചോദിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ കണ്ടിട്ടുണ്ട്. മഹാപീഡനകാലത്ത് ദൈവം ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്. ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ. അവരെ കർത്താവ് എന്ത് ചെയ്യുകയാ? ആ ഒളിവിടങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് ഇസ്രായേലുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ കർത്താവ് ഇറങ്ങി വരുമ്പോഴാണ് ജഡത്തിൽ വസിക്കുന്ന വിശേഷിച്ച് യഹൂദ ജാതി ഒരു ജാതിയായിട്ട് രക്ഷിക്കപ്പെടുന്നത്. അവർ കുത്തിത്തുളച്ചവങ്കിലേക്ക് നോക്കും. യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ പഞ്ചമുറിവുകൾ, ആ പഞ്ചമുറിവുകൾ, പ്രത്യേകിച്ച് വിലാപ്പുറത്തെ മുറിവ്, യേശു തന്നെയാണ് മശിഹ എന്നതിന് യഹൂദന്മാർക്ക് അടയാളമാണ്. അങ്ങനെ കർത്താവ് വരുമ്പോഴാണ് ഈ യഹൂദ ജാതി മുഴുവനും മാറത്തടിച്ച് നിലവിളിച്ച് അവരുടെ പിതാക്കന്മാർ യേശുവിനെ ക്രൂശിച്ചു കൊന്ന പാപത്തിന് മാനസാന്തരം വരുത്തി ദൈവത്തിങ്കിലേക്ക്, കർത്താവിങ്കിലേക്ക് തിരിയുന്നത്. ആ വിശുദ്ധന്മാരും ആരോടൊപ്പം ആയിരിക്കും? ക്രിസ്തുവിനോടൊപ്പം. അപ്പോൾ അവരുടെ വിമോചനമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, ആ ഇസ്രായേലിന്റെ അന്തിമമായ വീണ്ടെടുപ്പാണ് ആ സമയത്ത് നടക്കുന്നത്. അവരും കർത്താവിനോടൊപ്പം ചേരുകയാണ്. അവരാണ് ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ എന്നതിലെ പ്രധാനപ്പെട്ട ഘടകം. അവര് പിന്നെ ആ ശരീരത്തിൽ തന്നെ ഇതിനു ശേഷം ആയിരം ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുക. വ്യക്തമായോ? അല്ല, എന്റെ അഭിപ്രായത്തിൽ ചോദിച്ചത് ആ സഭയെ എന്ന് പറഞ്ഞ എടുക്കപ്പെട്ട വിശുദ്ധന്മാരെ മറ്റുള്ളവർക്ക് അന്നേരം കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കാം അദ്ദേഹം ചോദിച്ചെന്നായിരിക്കും എനിക്ക് മനസ്സിലായത്. അല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ചോദിക്കുന്നത് ഈ ആത്മരൂപികളും ദേഹരൂപികളും കൂടെ തമ്മിൽ ഒരുമിച്ചുള്ള ആ യുദ്ധം, അതാണ് ശരിക്കും ഞാൻ ചോദിച്ചത്. ആൻസർ ക്ലിയർ ആണ്, പക്ഷേ കുഴപ്പമില്ല. കർത്താവിനോട് കൂടെ ദൂതന്മാരും വിശുദ്ധന്മാരും ഉണ്ട്. അവർ തേജസ്സിലാണ്. അവർക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. ആ തേജസ്കരിക്കപ്പെട്ട ശരീരം ജഡത്തിൽ വസിക്കുന്നവർക്ക് ദൃശ്യമായി വിഷയീഭവിക്കാം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ശിഷ്യന്മാര് കണ്ടില്ലേ? ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരും വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷരായി. അതുപോലെ തേജസ്കരിക്കപ്പെട്ട നമ്മെ ജഡത്തിൽ വസിക്കുന്നവർക്ക് കാണാൻ കഴിയുന്ന അവസ്ഥയിൽ നമുക്കാകാൻ പറ്റും. എല്ലായ്പ്പോഴും കാണണമെന്നില്ല. യേശു കർത്താവിനെ
വല്ലപ്പോഴും അവർ കണ്ടില്ലല്ലോ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട നമ്മെ ജഡത്തിൽ വസിക്കുന്നവർക്ക് കാണാം. എപ്പോഴും കാണണമെന്നില്ല എന്ന് മാത്രം. കാരണം ഇതിനുശേഷം 1000 ആണ്ട് വാഴ്ചക്കാലത്തും ഈ തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ചില ഉത്തരവാദിത്വങ്ങൾ ലഭിക്കും. പഞ്ചായത്ത് മെമ്പർ പോലെ, കൗൺസിലറിന്റെ കൂട്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട്, MLA MP-മാരായിട്ട്, ഗവർണർമാരായിട്ട് എന്നൊക്കെ ഇന്ന് നമ്മൾ പറയുന്നത് പോലെ കർത്താവിന്റെ പ്രതിനിധികളായി ഈ ജഡവാസികളായ മനുഷ്യരുടെ മേലും നമുക്ക് തേജസ്കരിക്കപ്പെട്ടവർക്ക് ഉത്തരവാദിത്വങ്ങൾ ലഭിക്കും. അതിൽ പല സമയത്തും നമുക്ക് ദൃശ്യരൂപത്തിൽ തന്നെ അവരുമായിട്ട് ഇടപെടേണ്ടതായി വരും. ആ സമയങ്ങളിൽ തേജസ്കരിക്കപ്പെട്ടവർക്ക് ഈ ജഡവാസികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. ആ സമയത്ത് അവർക്ക് കാണാം, അവരുമായിട്ട് ഇടപെടാം, അതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. വ്യക്തമായോ? ഈ ജഡവാസികൾക്ക് രൂപാന്തരങ്ങളൊന്നും സംഭവിക്കുന്നില്ലേ? ഇല്ല, അവര് അവർ ജഡവാസി നമ്മളെ പോലെ തന്നെ ജീവിക്കുകയാണോ? അതേ നിലയിൽ തന്നെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും. അവർക്ക് കൃഷി ചെയ്യണം, യാത്ര ചെയ്യണം, വിവാഹം കഴിക്കാം, മക്കൾ ജനിക്കും, മരണവും സംഭവിക്കും. അപ്പം അതെ, 1000 ആണ്ട് വാഴ്ചയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. 1000 ആണ്ടിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ അതിനുശേഷം മാറ്റങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അവരും രൂപാന്തരപ്പെടുമായിരിക്കും അല്ലേ അന്ന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാര്. അത് നമുക്ക് 20-ാം അധ്യായം വരെ ഒന്ന് കാത്തിരിക്കണം. ഓക്കെ. ശരി, അപ്പൊ ഇതാണ് അർമഗദ്ദോൻ യുദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അതിനുവേണ്ടി ഈ അശുദ്ധാത്മാക്കൾ ഈ മനുഷ്യരെ വശീകരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ വശീകരിക്കപ്പെടാൻ അവർ സ്വയം ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് ദൈവവും അവരെ ആ നിലയിൽ ഉപേക്ഷിച്ചു കളയുന്നു എന്ന് നമ്മൾ പണ്ട് മുതലേ പഠിച്ച ദൈവിക തത്വം ഇവിടെ അനുവർത്തിക്കപ്പെടുകയാണ്. ഒന്നും കൂടെ നമുക്ക് 16-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 13-ഉം 14-ഉം കൂടെ വായിച്ചോളൂ. 16 verses 13 and 14. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ്, അവിടെ ഒന്നും കൂടെ വായിച്ച് അത് നിർത്തുന്നതേ ഉള്ളൂ. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാ ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. കണ്ടോ? സർവഭൂതലത്തിലുമുള്ള 14-ാമത്തെ വാക്യം, സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ. ഇങ്ങനെ this is the very day God is going to vindicate with these Gentiles. ഈ ജാതികളോട് ദൈവം പ്രതികാരം നടത്തുന്ന ദൈവത്തിന്റെ മഹാദിവസമാണിത്. ദൈവത്തിന്റെ മഹാദിവസമാണ്. പത്തൊൻപതാമത്തെ അധ്യായം അതിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. 19, chapter 19, Revelation 19 verses 17 and 18. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും
വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവീനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്തോത്രം. നാം 16-ാം അധ്യായത്തിൽ വായിച്ചു, സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന്. ഇവിടെ 19-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു മഹാദൈവത്തിന്റെ അത്താഴത്തിൽ. ഈ 19-ാം അധ്യായം നമ്മൾ ഈ ഭാഗം വായിക്കുമ്പം കുഞ്ഞാടിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വരിക. അപ്പൊ കല്യാണ സദ്യ കൊടുക്കുക കാട്ടിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ സകല പക്ഷികൾക്കും. അപ്പോഴാണ് നാം 14-ാമത്തെ അധ്യായത്തിൽ വായിച്ചത് എന്താ? നഗരത്തിന് പുറത്തു വെച്ച ചക്ക് മെതിക്കുന്നു, ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തേക്ക് ഒഴുകുന്നു. ഈ 3 ഭാഗങ്ങളിലും ഇത് ദൈവത്തിന്റെ മഹാദിവസത്തിന്റെ യുദ്ധമാണ്. അപ്പൊ ദൈവമാണ് ഈ മനുഷ്യർക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ മനുഷ്യരുടെ സ്ഥിതി, അവരെന്ത് ചെയ്യുന്നെന്ന് അവർക്ക് ബോധ്യമില്ല. ആർക്കെതിരെയാണ് അവർ? ഈ മഹാദൈവത്തിനെതിരെ വെറും ശ്വാസം മാത്രമായ മനുഷ്യൻ യുദ്ധത്തിന് വരികയാണ്. വശീകരിക്കപ്പെട്ടെന്നല്ലാതെ എന്ത് പറയാൻ? സ്തോത്രം. അപ്പോ ഈ നിലകളിൽ ഈ ജനം വശീകരിക്കപ്പെട്ട് മഹാദൈവത്തിന്റെ മഹാദിവസത്തിലെ മഹായുദ്ധത്തിനായിട്ട് വരികയാണ്. ദൈവത്തിന്റെ ക്രോധം മുഴുവനും കൂടെ പകരുകയാണ്. സ്തോത്രം. ഇത്ര നാളും കർത്താവ് സംഭരിച്ചു വെച്ചിരുന്ന ദൈവത്തിന്റെ ക്ഷമയും ദയയും കരുണയും ഒക്കെ ഇനിയും എത്രയും അതിനെ കംപ്രസ് ചെയ്തോ, എത്രയും അതിനെ തടുത്തു വെച്ചോ, അത്രയും ശക്തിയോടെ ക്രോധമായി ഇവരുടെ മേൽ പകരപ്പെടുക. ഇത്രയും വ്യക്തമായല്ലോ. Now the purpose of Armageddon, ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ ലക്ഷ്യം എതിർ ക്രിസ്തുവിനും അവന്റെ കൂട്ടർക്കുമുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 2-ാം സങ്കീർത്തനത്തിൽ കണ്ട കാര്യം. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളക. Antichrist and the humanity, or the human world directed and controlled by the dragon, Satan, now trying to overthrow the rulership of God. They just want to be free from the clutches of God, from the control of God. ദൈവത്തിന്റെ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രരാവുക എന്നതാണ് സാത്താൻ നിയന്ത്രിക്കുന്ന ഈ മനുകുലത്തിന്റെ ലക്ഷ്യം. ഇന്നും സാത്താന്റെ ലക്ഷ്യം അത് തന്നെയാണല്ലോ. അതിന്റെ അന്തിമ പരിപാടിയാണ് ഈ കാണുന്നത്. ഇന്നും ദൈവത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് പുറത്തു വരിക, കുതറി മാറുക. അതാണ് അവർ പറഞ്ഞത്, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത് യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ
രാജാക്കന്മാർ അവർ ഒരുമിച്ച് കൂടി ആലോചിക്കുക. എന്താ അവർ ആലോചിക്കുന്നേ? യഹോവയുടെയും അവന്റെ അഭിഷിക്തനായ മശിഹയുടെയും ക്രിസ്തുവിന്റെയും കയറുകളെ പൊട്ടിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരിക. സ്തോത്രം. ദൈവത്തിൽ നിന്ന് പുറത്തു വരിക, ദൈവിക നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു വരിക, ദൈവത്തിന്റെ പരമാധികാരത്തെ വലിച്ചെറിയുക. ദൈവത്തിന്റെ പരമാധികാരത്തെ വലിച്ചെറിയുക ഒരിക്കലും സാധ്യമല്ലാത്ത പദ്ധതി. സാത്താൻ പണ്ടും ആഗ്രഹിച്ചത് ഇത് തന്നെയാണ്. Always the devil tries to do this same thing. സാത്താൻ എപ്പോഴും ഇത് തന്നെയാണ് വേണ്ടത്. ദൈവത്തിന് വിധേയപ്പെടാനായിട്ട് മനസ്സില്ല. അപ്പൊ ഇതാണ് സാത്താന്റെയും മനുഷ്യരുടെയും ലക്ഷ്യം. ദൈവീക ഭരണത്തിൽ നിന്ന് സ്വതന്ത്രരാവുക, ദൈവീക ഭരണത്തിൽ നിന്ന് പുറത്തു വരിക. പക്ഷെ ഒരിക്കലും അത് സാധ്യമല്ല. രണ്ടാമത്തെ ലക്ഷ്യം, the second purpose of God, ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് to make an end of human governments. To make an end of human governments. മനുഷ്യ ഭരണകൂടങ്ങൾക്ക് അവസാനം വരുത്തുക. മാനുഷിക ഭരണകൂടങ്ങൾക്ക് അവസാനം വരുത്തുക. To make an end of human governments. ഇന്നലെയും നമ്മൾ പറഞ്ഞതുപോലെ ദാനിയേൽ 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ കണ്ട കാര്യം. നെബൂഖദ്നേസർ കണ്ട രാഷ്ട്രീയ ബിംബം, the image of the political world, അതിനെ കൈതൊടാതെ പറഞ്ഞു വന്ന കല്ല് അടിച്ച് പൊടിച്ച് തരിപ്പണമാക്കി ഭൂമിയിലെ കാറ്റത്ത് പറത്തിക്കളയുന്നു. എന്ന് വെച്ചാൽ മാനുഷിക ഭരണകൂടങ്ങളെ മുഴുവനും തച്ചുടയ്ക്കും. കർത്താവ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ യേശുവിനെ പലരും രാജാവാക്കാൻ വേണ്ടി ശ്രമിച്ചു. യേശുവിന്റെ അത്ഭുതം കണ്ടവരും അപ്പം തിന്നവരും ഒക്കെ യേശുവിനെ പിടിച്ച് രാജാവാക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ കർത്താവ് നിന്നു കൊടുത്തില്ല, അവിടുന്ന് ഒഴിഞ്ഞു മാറി. പീലാത്തോസുമായിട്ട് സംസാരിക്കുമ്പോൾ നീ രാജാവാണെന്നൊക്കെ ചോദിച്ചപ്പം അവനൊരു പേടിയൊക്കെ ഉണ്ടായി. യേശു പറഞ്ഞു, ഞാൻ രാജാവാ, പക്ഷെ എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിലല്ല. അങ്ങനെ ആരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ചേവകരൊക്കെ ഇറങ്ങി എന്നെ സംരക്ഷിച്ച്. ഐഹികമല്ല. എന്ന് വെച്ചാൽ യേശു കഴിഞ്ഞ പ്രാവശ്യം, എന്ന് വെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം ഭൂമിയിൽ വന്നപ്പോൾ രാജാവാകാനോ ഭരണമേൽക്കാനോ സിംഹാസനമിടാനോ ആയിരുന്നില്ല വന്നത്. പാപത്തിന് പരിഹാരം വരുത്തി തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി മറുവിലയായി തരാനായിരുന്നു. അതുകൊണ്ടാ കർത്താവ് മർക്കോസ് 10:45 പറഞ്ഞത്, യേശു വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും തൻ്റെ പ്രാണനെ അനേകർക്ക് വേണ്ടി മറുവിലയായി നൽകാനുമാണ്. എന്നാൽ ഇനിയും വരുന്നത്, സ്തോത്രം,
ഭരണം ഏൽക്കാൻ വേണ്ടിയ. നമ്മൾ പാട്ട് പാടാറുണ്ടല്ലോ, നീതിയോടെ രാജ്യ ഭാരമേൽപ്പാൻ ഭൂവിൽ വേഗം വരുന്ന നാമം, നാടുവാഴികളാം തന്റെ ശുദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം. സ്തോത്രം. അപ്പൊ ഇനിയും യേശു വരുന്നത് നാട് വാഴാൻ വേണ്ടി തന്നെയാണ്, രാജാവാകാൻ വേണ്ടി തന്നെയാണ്, രാജ്യഭരണം ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ്. സ്തോത്രം. ടു എസ്റ്റാബ്ലിഷ് തിയോക്രസി. മൂന്നാമത്തേത്, രണ്ടാമത്തേതിനോട് ചേർന്ന് തന്നെയുള്ളതാണ് മൂന്നാമത്തേത്. ടു എസ്റ്റാബ്ലിഷ് തിയോക്രസി. ടു എസ്റ്റാബ്ലിഷ് ക്രിസ്റ്റോക്രസി. തിയോക്രസി ദൈവീക ഭരണം, തിയോസ് ഗോഡ്. ഇപ്പൊ നടക്കുന്നത് ഡെമോക്രസിയും അങ്ങനെയുള്ള ക്രസികളാണല്ലോ. അത് തിയോസ് ദൈവിക ഭരണം, അല്ലെങ്കിൽ ക്രിസ്റ്റോക്രസി, ക്രിസ്തു ഭരണം സ്ഥാപിക്കാൻ. അപ്പൊ മാനുഷിക ഭരണകൂടങ്ങളെ മാറ്റുക, എന്നിട്ട് ക്രിസ്തു ഭരണം സ്ഥാപിക്കുക. ടു മേക്ക് ആൻ എൻഡ് ഓഫ് ഹ്യൂമൻ ഗവൺമെന്റ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായും അവസാനത്തെ ഗവൺമെന്റ് ആരുടേതാണെന്ന് നമുക്കറിയാം, എതിർ ക്രിസ്തുവിന്റെയാണ്. സ്തോത്രം. നാലാമത്തെ ലക്ഷ്യം, ദ ഫോർത്ത് പർപ്പസ്, ടു ജഡ്ജ്. ഓക്കെ, താങ്ക് യു. ടു ജഡ്ജ് ആൻഡ് കണ്ടം Antichrist and the false prophet. To condemn Antichrist and the false prophet. എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ശിക്ഷ വിധിപ്പാൻ. അവിടെയാണ് നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞത്, ടു ഇനാഗുറേറ്റ് ദ ഹെൽ. നരകത്തിന്റെ ഉദ്ഘാടനം ഇവിടെയാണ് നടക്കുന്നത്. നരകത്തിന്റെ ഉദ്ഘാടനം. ഈ അർമഗദ്ദോൻ യുദ്ധത്തിന്റെ അവസാനമായിട്ടാണ്, അവസാനം എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, തുടങ്ങണ്ടേ, പിന്നല്ലേ തീരുന്നേ. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യുദ്ധം കഴിയും. സ്രഷ്ടാവായ, അദൃശ്യനായ, സർവശക്തനായ നമ്മുടെ കർത്താവിനോട് ജഡത്തിൽ വസിക്കുന്ന ഈ മനുഷ്യന്മാരെല്ലാം കൂടെ യുദ്ധം ചെയ്യാൻ എങ്ങനെ പറ്റുക? ഈ കള്ളപ്രവാചകനെയും കള്ളക്രിസ്തുവിനെയും ഒഴികെ ബാക്കി എല്ലാവരെയും സ്വർഗത്തിൽ നിന്നുള്ള ശിക്ഷ കൊണ്ട്, നമ്മോട് വായിക്കുന്നു 19-ാമത്തെ അധ്യായത്തിൽ, കുഞ്ഞാടിന്റെ വായിൽ നിന്നുള്ള വാളുകൊണ്ട്, സ്തോത്രം, എന്ത് ചെയ്യും? നമ്മുടെ 19-ന്റെ അവസാന വാക്യത്തിൽ, 21-ാമത്തെ വാക്യത്തിലുണ്ട്, ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്നു സകല പക്ഷികൾക്കും തൃപ്തി വന്നു. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അതാണ് വായിലെ വാൾ, അതുകൊണ്ട് കൊല്ലും. എന്നാൽ അവരെ, ഈ അണികളെ കൊല്ലുന്നതിനു മുമ്പ് അവരെ ജീവനോടെ വെച്ചുകൊണ്ട് തന്നെ അവരുടെ ക്യാപ്റ്റനെ, അവർ ഇതുവരെ ആരാധിച്ച ഈ മൃഗത്തെ പോലെ ആരുള്ളെന്നൊക്കെ പറഞ്ഞ് വീമ്പടിച്ച ഈ പുള്ളികളെ രണ്ടിനെയും ജീവനോടെ കർത്താവ് പിടിച്ച് നരകത്തിലേക്ക് തള്ളും. അപ്പൊ ഈ മനുഷ്യര് ചത്തു കഴിഞ്ഞിട്ടല്ല, അവർ ജീവനോടിരിക്കെ തന്നെ അവരുടെ കൺമുൻപിൽ വെച്ച് അവർ ഇതുവരെ ആരാധിച്ചിരുന്ന കള്ളക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും അവരേതുമില്ലെന്ന് വരുത്തി
ജീവനോടെ നരകത്തിലേക്ക് തള്ളും. സ്തോത്രം. ഇതാണ് അടുത്ത ലക്ഷ്യം. മറ്റൊന്ന്, അടുത്ത പർപ്പസ്, ടു എൻഡ് the rule of satanic trinity. To end the rule of satanic trinity. സാത്താന്യ തൃത്വത്തിന്റെ ഭരണത്തെ തൂത്തെറിയുക. കൂട്ടുനിന്ന് രണ്ടും പോയി. നീ ഇപ്പൊ സാത്താൻ ഒറ്റയ്ക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്തത്, to bind the devil, the dragon. മഹാസർപ്പത്തെ ബന്ധിക്കുക. അത് നാം 20-ാം അധ്യായത്തിലാണ് കാണുന്നത്, 1000 ആണ്ട് വാഴ്ചയുടെ തൊട്ടു മുൻപ്. സാത്താനെ ബന്ധിക്കുക. To bind the dragon or the devil. അന്ന് മാത്രമേ സാത്താനെ ബന്ധിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുവരെ അവനെ ബന്ധിക്കാൻ ആർക്കും അനുവാദം ഇല്ല. നമ്മളെ സാത്താനെയൊന്നും ബന്ധിച്ച് സാത്താന്റെ മുമ്പിൽ ഇളിഭ്യരാകരുത്. കർത്താവ് നമ്മളെ അത് കേട്ട് ചിരിക്കത്തൊന്നുമില്ല. കർത്താവ് നമ്മളോട് മോനെ അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞു തരത്തേ ഉള്ളൂ. പക്ഷെ സാത്താൻ ചിരിക്കും. We should never be mocked by the devil and his angels by binding the devil. We don't have the right to bind him. Or rather, there is a time God has appointed even for that, a particular time to bind him. അന്ന് മാത്രമേ ഉള്ളൂ. അതുവരെ അവനെ അഴിച്ചുവിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ലക്ഷ്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. One more purpose we can say, നേരത്തെ പറഞ്ഞതാണ്, മറ്റൊരു ഭാഷയിൽ പറയുന്നുള്ളൂ. To consummate the time of Gentiles. ജാതികളുടെ കാലത്തിന് അറുതി വരുത്തുക. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാതികളുടെ കാലമാണ്. So to put an end to the time of Gentiles. ജാതികളുടെ കാലത്തിന് അവസാനം വരുത്തുക. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടതിന് വേണ്ടി ഈ അർമഗദ്ദോൻ യുദ്ധത്തെ കർത്താവ് ഉപയോഗിക്കുക. സ്തോത്രം. ഇത്രയും കാര്യങ്ങള് മനസ്സിലേക്ക് കാണുമായിരിക്കുമല്ലോ. ഇത്രയും ഉള്ളതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സെവൻത് പോയിന്റിന്റെ റെഫറൻസ് എന്ന് പറയാം. ടു കൺസിഡർ ദി എൻഡ് ഓഫ് ജെന്റൈൽസ്. ടൈം ഓഫ് ജെന്റൈൽസ് എന്നുള്ളതോ? മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം. അവിടെയും ലൂക്കോസ് 21-ലും ഉണ്ട്. മത്തായി 24, അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലും നാം അതേപ്പറ്റി കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ.
ലൂക്കോസ് 21 നിന്ന് വായിച്ചു നോക്കുള്ളൂ. ലൂക്ക് 21 24 24 21 24. ഒന്ന് വായിച്ചു വേണമെങ്കിൽ ആ വാക്യം. They will fall by the edge of the sword and be led captive among all nations, and Jerusalem will be trampled underfoot by the Gentiles until the times of the Gentiles are fulfilled. Revelation 11 verse number 2 also. വെളിപ്പാട് 11 രണ്ടാമത്തെ വാക്യവും. But do not measure the court outside the temple. Leave that out, for it is given over to the nations, and they will trample the holy city for 42 months. നമ്മളത് കണ്ടിട്ടുണ്ട്. നെബൂഖദ്നേസർ യഹൂദയെ തോൽപ്പിച്ച 606 BC തൊട്ട് യേശുക്രിസ്തു ലോകഭരണം ഏറ്റെടുക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് ജാതികളുടെ കാലം എന്ന് വിളിക്കുന്നത്. അതിനവസാനം വരുത്തി ക്രിസ്തു ഭരണം ഏറ്റെടുക്കുന്ന സമയം. മറ്റെന്തെങ്കിലും? പക്ഷേ ഗോഗും മാഗോഗും യുദ്ധമല്ലേ യേശുക്രിസ്തു ഡയറക്റ്റ് പിശാചുമായി നടത്തുന്ന ഏക യുദ്ധം? അതെ. അപ്പൊ അത് മൂന്നാമത്തെ യുദ്ധമല്ലേ? അപ്പൊ അതിന് മുന്നേ പിശാചിനെ ബന്ധിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. 1000 ആണ്ടേക്ക് മാത്രം. അത് കഴിയുമ്പോൾ വീണ്ടും അഴിച്ചുവിടും. ഓക്കെ പക്ഷെ ഓക്കെ 1000 ആണ്ടേക്ക് മാത്രം. ഓക്കെ. ഓക്കെ. അതുപോലെ നമുക്ക് സാത്താനെ ബന്ധിക്കാൻ സാധിക്കും. സാത്താന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ബന്ധിക്കരുതോ? സാത്താന്റെ പ്രവർത്തനങ്ങളെ ബന്ധിക്കുക എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നേ? എല്ലാരും പറയുന്ന സാത്താന്റെ പോരാട്ടത്തെ നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ പ്രൊഫറ്റിനെ പറ്റി ഞാൻ പറയുന്നത്. ഓക്കെ. ആ പ്രൊഫറ്റിക് ശൈലി അല്ലേ, പ്രവാചക ശൈലി. തീർച്ചയായിട്ടും സാത്താന്റെ പോരാട്ടം ഉണ്ട്. കാരണം സാത്താൻ തിരുവെടുത്ത് വരെ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല. അപ്പൊ ബാക്കി 4 ഘടകങ്ങൾ പറയുന്നു, അതെല്ലാം സാത്താന്യമാണ്. അങ്ങനെയുള്ള പോരാട്ടം തീർച്ചയായിട്ടും ഉണ്ട്. അതിനോട് നമുക്ക് എതിർത്ത് നിൽക്കുകയും സാത്താൻ നമുക്കെതിരെ കൊണ്ടുവരുന്ന കാര്യങ്ങളെ നമുക്ക് അഴിച്ച് അല്ലെങ്കിൽ ഇല്ലാതാക്കുകയും ചെയ്യാം. ആ നിലകളിൽ അതിനെ നിർവീര്യമാക്കുന്ന അർത്ഥത്തിൽ അവയെ ബന്ധിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. That means making the strategies of the devil or to nullify his strategies. ആ അർത്ഥത്തിൽ അതിനെ ബന്ധിക്കുന്നെന്നോ അഴിക്കുന്നെന്നോ തകർക്കുന്നെന്നോ പറയുന്നതിൽ തെറ്റില്ല. So that means resisting the devil? Of course. Resisting the devil and also destroying his strategies. Example, Pastor, if you have the time. Yeah. Resisting the devil എന്ന് പറയുന്നത് സാത്താൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക, അവനോട് നമ്മൾ എതിർത്ത് നിൽക്കുക. ജസ്റ്റ് ഒപ്പോസിങ് അഗൈൻസ്റ്റ് ഹിം. At the same time, he may not be facing you and me directly. Instead, he may be making some other strategic things to entangle you and me. And we can nullify his plans. So he is not personally resisting us, but instead he is making use of other plans, his his designs, or
whatever in that way, to entangle us, to enslave us, and we can make them zero. We can pull them down, as we read from 2 Corinthians 10, verses 3 following. Pulling down the strongholds of devil. They are the plans and purposes of devil. He is just designing or viewing against us. നമുക്കെതിരായിട്ട് സാത്താൻ ഒരുക്കുന്ന പദ്ധതികളുണ്ട്. Sometimes it may be in our thoughts, maybe in our lives. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഉടച്ചു കളയാം. ഞാൻ അതിനെ ബന്ധിക്കുന്നെന്നോ അറുത്ത് കളയുന്നെന്നോ ശാസിക്കുന്നെന്നോ ഒക്കെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അത് ഈവൻ ത്രൂ സോഴ്സറീസ്, മന്ത്രവാദത്തിലൂടെയാകാം. ആ നിലകളിലും സാത്താൻ നമുക്കെതിരെ എന്തെങ്കിലും പണിയുന്നെങ്കിൽ അതിനെ ഞാൻ ഇല്ലാതാക്കുന്നു യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല. പാമ്പുകളെയും തേളുകളെയും, ലൂക്ക് 10:19, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. എന്ന് വെച്ചാൽ അവൻ ഒരുക്കുന്ന പദ്ധതികളാണ് അവന്റെ ബലം എന്ന് പറയുന്നത്. ഹി ഈസ് നോട്ട് ഫേസിങ് എസ് ഡയറക്ട്ലി. അപ്പം അവൻ ഒരുക്കുന്ന വേറെ പ്ലാൻസ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ട്രോയ് ചെയ്യാം, നള്ളിഫൈ ചെയ്യാം, പുൾ ഡൗൺ ചെയ്യാം. നമുക്കതിനെ ഖണ്ഡിക്കാം, അതിനെ പിടിച്ചടക്കാം. പൗലോസ് ഈ 2 കൊരിന്ത്യർ 10 പറയുന്നത് പോലെയും യേശുക്രിസ്തു ലൂക്കോസ് ഈ 10:19 പറഞ്ഞിരിക്കുന്നത് പോലെയും അങ്ങനെ ചെയ്യാം. സാത്താൻ എന്ന പേഴ്സണെ, എന്ന വ്യക്തിയെ നമുക്ക് ബന്ധിക്കാൻ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല. അത് കർത്താവാണ് ചെയ്യുന്നത്. അത് അന്നേ ഉള്ളൂ, അർമഗദ്ദോന് ശേഷം. ഇപ്പൊ മനസ്സിലായോ? താങ്ക് യു. എങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവിന്റെ വരവിനായി